ഓക്കെ. അജിൻ എവിടെ പോവാ? നമുക്ക് പത്തനംതിട്ട ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. രോഹിത് എങ്ങനെ റെഡിയാണോ? റെഡിയാണ്. അജിത് റെഡിയാ? റെഡി ആണല്ലേ? നീ എന്തൊരു ചവയ്ക്കുന്നു? അജിൻ ഇപ്പൊ ട്രിപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായി കാണും? 15 മിനിറ്റ്. കഴിവില്ലാത്ത രോഹിത് വൈബൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാ. എടാ അപ്പൊ എങ്ങനെയാ പറ? നീയും രോഹിത്തും പറയടാ മൈനെ. ഞാൻ രോഹിത്തും ഉറങ്ങുന്നില്ല ഇനി. നമ്മള് വേറൊരു കാര്യം നടന്നത്, ഞാൻ ഉറങ്ങിയപ്പോ അവ ഉറങ്ങിയില്ല, ഞാൻ ഉറങ്ങിയപ്പോ അവ എന്നെ ഉറക്കിയില്ല. തിരിച്ച് അവനെ ഞാൻ ഉറക്കൂല. കൺഫേം. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അവനെ ഉറങ്ങണം. അവൻ കുപ്പിവെള്ളമൊക്കെ മാറ്റി. എനിക്കിപ്പോ ഉറക്കണ്ടില്ല. എടാ അവന്മാരുടെ ബെറ്റിനെ പറ്റി നിനക്കെന്താ പറയാനുള്ള? രണ്ടും രാത്രി കിടന്ന് ഉറങ്ങും. അപ്പൊ നമ്മളവന്മാരെ ഉറക്കാൻ പാടില്ലെന്നാണോ നീ പറയുന്നത്? നീ ഉറങ്ങും? ഞാൻ ഉറങ്ങൂല, എന്നെ ഒന്നും ഉറക്കൂല. പിടിച്ചിരിക്കട്ടെ. റൂമില് ലൈറ്റർ അടിക്കണ്ടേ? ഒന്നുകൂടെ നിർത്തോടാ. മൂത്രമൊഴി കളിയാ. നിർത്തലിയാ നിർത്തലിയാ കുറച്ചുകൂടെ കഴിഞ്ഞ നിർത്തടാ. അതല്ലേ ഇഷ്ടം. ഇഷ്ടത്തിന്റെ കാര്യമല്ലേ ഇത്? മാസ് 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 മാസ്. അവനെ കണ്ടില്ലല്ലോ. ഇങ്ങനെ വെക്കുക. നമുക്ക് ആ മേളിലത്തെ പ്രോപ്പർട്ടി മേടിക്കാന്ന് തെക്കേ കണ്ടം മേടിക്കണം. ഓ മോള് ഓക്കെയാണ്, താഴെ ഓക്കെയാണ്, മേളിൽ മതിയാവില്ലേ? ഇഷ്ടപ്പെട്ട സൈറ്റ് അതിന്റെ നൃത്തകുമാരെല്ലാം നൃത്തമാടുന്നു. ഇന്നീ അജിത്തേ ഓത്തെ വിട്ടുകൊടുക്കരുത്. അതെന്തായാലും വീഴും. വീഡിയോ എടുക്കുമ്പോ എന്തായാലും വീഴും. ഫാൻ ഓഫ് ചെയ്യണം. എടാ നീ ഇനി അത് ഒട്ടിച്ചു വെച്ചാലേ നിക്കത്തുള്ളു. അത്ഭുതങ്ങൾ.
പഠിപ്പിച്ചു തന്ന മാഷ ഇപ്പൊ തോക്കും. ഇങ്ങനെയാണ് വീണത്. സൗണ്ട് കേൾക്കും. കേറുന്നോ? ഇപ്പൊ എന്റെ അഡാപ്റ്റർ പോയെന്ന് തോന്നുന്നു. പക്ഷെ തനിക്ക് എന്താ പറയാനുള്ളേ? വാട്ടർഫോള് കാണാൻ പോകുന്നു നമ്മള്. ഒറ്റ മൈൻഡ്, രോഹിത്തിന്റെ മൈൻഡ്. അത് തന്നെ. എവിടത്താ? ഏറ്റവും ടോപ്പ്. 6 കിലോമീറ്റർ. എന്താ താങ്കൾ കിതയ്ക്കുന്ന എന്തുകൊണ്ടാ? ഒരു 10-100 മീറ്റർ ഇതുവരെ നടന്നു. നീ പോയാണ്. 100 മീറ്റർ അല്ല, നമ്മളെ റൂം കഴിഞ്ഞില്ല. അശ്വൻ, നീ നിന്റെ കാര്യം പറ. പോയിട്ട് വഴി അറിയുമോ? അതൊക്കെ രോഹത്തിനറിയാം. പിന്നെ മൈൻഡ് വാ. ചോദിച്ചില്ല അത് എന്തോന്ന്? ചോദിക്കാൻ നിനക്ക് അത് പറഞ്ഞൂടെ? എടാ വാ, ഇതൊക്കെ ഒരു രോഹിത്ത് മാച്ചിങ് കളറൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വിഴാൻ നോക്കണേ. ഒരുത്തവിടെ നിന്ന് മടി കാണിക്കാ. എനിക്കത് എടുക്കാം. നീ ഇതൊന്ന് 1 മിനിറ്റ് പിടിക്കുമോ? ഞാൻ വരാം. അശ്വിനെ വാ, ഓട്. ഷോർട്ട് കട്ടാണോ? എടാ, ഈ ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് പൈസ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അതല്ലല്ലേ ഏതാ നമ്മളെ സ്പോട്ട്? ഇവിടെ സത്യം പറഞ്ഞ വഴിയുണ്ട്. വാ, സൂപ്പറാ. തിരിച്ചാണ്, ഇങ്ങനെയല്ല, ചരിച്ചു പിടിക്കണം. അതാണ് ഞാൻ 2 കൈ വേണമെന്ന് പറഞ്ഞത്. കേറ്. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. നീ തന്നെ സ്വന്തമായിട്ട് നോക്ക്. മോനെ, ഇതാ ഇത് കണ്ടാ നീ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നൊരു വീഡിയോ ഫോട്ടോ സ്റ്റാൻഡ്. അതിനിപ്പോ എവിടെയാ ബ്രോ? നമ്മൾ കേറുന്നു. 1 മിനിറ്റ് എന്നാണ് ഫോണ് താഴെ വീണു. സത്യം പറഞ്ഞാൽ വെള്ളം വേണോ? വെള്ളം ഇല്ലാന്ന് അറിയില്ല. അപ്പൊ തിരിച്ചു വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ ഇത് ഇരുട്ടിന്റെ അകത്തല്ല, മൂടലും വരും. സീരിയസ് ആയിട്ട് പറയാണ്. ഒരു മിനിറ്റ് വെയിറ്റ്. അല്ല, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇതൊക്കെ എടുത്തോണോ? അല്ല, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇതൊക്കെ ഒന്ന് എടുക്കോ പ്ലീസ്. അതാ ഇപ്പോഴത്തെ നമ്മുടെ റൂമിലെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാ, ഇതൊക്കെ എടുക്കുന്നുണ്ടോ? നമ്മൾ ഇവിടം വരെ വന്ന് എന്നിട്ട് അവിടം വരെ പോണം. എല്ലാവർക്കും ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു.
രോഹിത്തിനും ഇല്ല എന്തായാലും നീ പിന്നെ അവന്റെ കാര്യം പറഞ്ഞ എന്തിനു നീ നിന്റെ കാര്യം പറ. നിനക്ക് മടിയില്ല. അപ്പൊ നീ ഇന്ന് ഇത് കണ്ടിട്ടേ വരുന്നുള്ളൂ എന്നാണ് നീ പറയുന്നത്. ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല. വാ നീ ഇത് മൂന്നാമത്തെ അച്ഛേ വാ മലയാറ്റൂർ മലയും കേറി ചില കോടികൾ എത്തുന്നു. ഇതല്ലേ തായോളി പറഞ്ഞ ഐഡന്റിറ്റി. എന്നിട്ടും എത്തിയില്ലേ നീ? പാ ഹജി വിളയെ തൂറിയിട്ടില്ല. തൂറും വിളയില്. എല്ലാവർക്കും മല കയറാൻ പറ്റൂലെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിവിടെ എല്ലാരും കൂടെ അക്സെപ്റ്റ് ചെയ്യണ കാര്യമേ ഉള്ളൂ. എല്ലാരും ഡബിൾ മൈൻഡ് അല്ലേ? അവിടെ കുളിക്കാനും പറ്റത്തില്ല. നാളെ രാവിലെ പോയാൽ മതി. രാവിലെ പോയാ പോയി. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ പോവാം. വാ. വീഡിയോ അനങ്ങനില്ല. ഉണ്ടോ അവിടെ? ഇത് മറ്റേ ഗുണാക്കേന്റെ സീനാണ്. എടാ എന്റെ ഫോണ് വീഴലും. തിരിച്ചയച്ചാ തിരിച്ചുപിടി. റേഞ്ചൊക്കെ ഉണ്ടോ? ഹലോ രോഹിത്തിന് കോൾ വന്നു. ഞാൻ രോഹിത്ത് വരാം. രണ്ട് ബോട്ടിന് മാറി മാറി കുടിക്കും. എന്തോ കാണിക്കുന്നത് വേറെ അങ്ങോട്ട്. രോഹിത്തിന് വഴി വിടാം. മോട്ടിവേറ്റ് ഇട്ടിരിക്കും. ഓ അശ്വിൻ എന്താണ്? തളന്നാ എവിടെന്ന്? അശ്വിന് കുതിരപ്പേരൊക്കെ തിന്നോന്നാണ് വന്നെന്ന് തോന്നുന്നു. വഴിയാണോ മറ്റൊന്നും പറയും. അവനെ പറഞ്ഞ മനസ്സിലാക്കി. ഇതിനെ വാടാ, സ്നേഹമുള്ളോണ്ട് പറയാടാ. വാ. നമ്മൾ എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഇവനെ കാണുന്നത്. അജിനെ ഇവിടെ നിന്റെ അടുത്ത് ഞാൻ താഴെ വെച്ച് എന്തോ ചോദിച്ചത്? താഴെ വെച്ച് എന്തോ ഇവണ് വോട്ടിടാൻ പറഞ്ഞപ്പോ നീ എന്തോ പറഞ്ഞു? ഇയാൾ ആ സപ്പോർട്ടായിരുന്നു. ഓക്കെ, എന്നെ സപ്പോർട്ട് ആദ്യം. നിന്നെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. നീ രോഹിത്തിനെ സപ്പോർട്ട് ചെയ്ത്. മനസ്സിലായ? അപ്പൊ നമുക്ക് രോഹിത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനമാണ് അറിയാം. രോഹിത്ത് പറഞ്ഞല്ലോ വരാൻ റെഡി. നീ അവന് വേണ്ടി സംസാരിക്കണ്ട. അവൻ പറയും. അവന് നീ പറഞ്ഞോട്. നമുക്ക് കേറാം. നിനക്കെന്താ? പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം?
ഇപ്പൊ നിന്നെ ഈഗോ ആണ് അവിടെ കളിച്ചത്. പിന്നെ ആ പുണ്ടച്ച് എന്തിനു കളിച്ചവിടെ ഇവ അവിടെ വെച്ചെത്തിരി കൊണ്ടോ ഇവന്ന് പറഞ്ഞു നീ കണ്ടല്ല എന്നോട് ചോദിക്കുന്നു. ഓ തുടങ്ങി. നീ പറ അല്ലാത്ത ഈ കളിയാണ് ഞാൻ സിനിമാറ്റിക് എടുക്കട്ടെ. എടാ ഞാൻ പറയുവാ, ഇപ്പൊ നമ്മളെ വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഓ പറഞ്ഞോ. ഇപ്പൊ നമ്മള് കേറുന്ന ഇല്ലേ 5 ആയി. കേറുന്നു. വാ പിന്നെ വാ. അയത്തിന്റെ അഭിപ്രായം 6 5 5. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഇത് 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഇല്ലയോ? ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം താഴെ കൂടെ നടന്ന് തീർക്കാം. ഓ അത് തന്നെ അത് തന്നെ. അല്ലേ ഇവൻ പത്രക്കാരനുമല്ല മാധ്യമവുമല്ല, എന്തുവാടാ? കോട വരുന്നു, കോട വരും, ഇരുട്ടാവും, കിടുക്ക പറയ്ക്കും, ആന വരും. എടാ ഈ തായോളി ചോദിച്ചേ നിനക്കൊക്കെ അല്ലേ? ഓ പിന്നെ നട എന്ത് ഷോർട്ട് നീ ഞാൻ വന്നാലേ നീ പോവുള്ളൂ. നിനക്ക് എണീച്ചങ്ങ് പോവാൻ പറ്റില്ല. പോണേ എഴഞ്ഞ് നമ്മള് ഇവിടെ ഇത്രയും വലിയ മല കയറുന്നു, തിരിച്ചെത്തുമ്പോ 8 മണി 9 മണി ആ വന്നു. എവിടെ തിരിച്ചെത്തുമ്പോ? റൂമില്. അത് നിന്റെ ചരിത്രം. അവിടെ എത്തുമ്പോഴുള്ള കാര്യം പറ. ഓക്കെ വാട്ടാ, അവിടെ എത്തിയാൽ തന്നെയും കുളിക്കാൻ പറ്റൂല രാത്രി. ഓക്കെ ഞാൻ ഫാക്ടറികളാന്ന് പറയാം. അവൻ കുളിക്കാറില്ല. അവിടെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഓക്കെ കുളിക്കാം. നീ എന്നെ നേരത്തെ പറഞ്ഞു, അപ്പൊ നീയാന്ന് നേരത്തെ പറഞ്ഞ രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ കിടുക്കാൻ നനയ്ക്കാൻ പറ്റൂലെന്ന് നീ പറഞ്ഞില്ലേ? ഇതെല്ലാം നിന്റെ പറഞ്ഞില്ല രാത്രി ആയി കഴിഞ്ഞാ ഇവ പറഞ്ഞു രാത്രി തണുപ്പാണെന്ന് പറഞ്ഞില്ലേ അവിടെ? ഇത് ഞാൻ വലിയ രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവച്ചാല് ഒന്നിലും പോവാം. ഓ തീരുമാനിക്ക്. അശ്വിൻ ഇടയ്ക്ക് നിന്ന് വിഷം കുത്തയാണ്. ഓ അവന് പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞ് നടന്ന് തിരിച്ചിറങ്ങണം തന്നല്ലേ? ഓ 5ാമത്. ആറ്റിറ്റ്യൂഡ്. ഓ തിരിച്ചു വരുമ്പോ ഇങ്ങനെയല്ല കേട്ടോ, എല്ലായിടത്തും കൂടെ പറയാണ്. എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കും. ഞാൻ ഇതിനെ പറ്റി സംസാരിക്കും. ഓ അശ്വിനെ നീ പറഞ്ഞോ, നീ ഒന്നുകൂടെ പറ. ഇനി സംസാരിക്കൂലല്ലോ. ഇനി കയറുന്നതിനെ പറ്റി ഞാൻ സംസാരിക്കൂല. ഓ കേറിയിട്ടേ ഇനി സംസാരമുള്ളൂ. ഓക്കെ പിന്നെ വാ 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 എണീര്, എല്ലാരും എണീര്. കഴിഞ്ഞത് അവനാ അശ്വിന. അശ്വിന ഇത് ചട്ടൊക്കെ എടുത്ത് കളഞ്ഞു കുറച്ച് കഴിയുമ്പോ മൂടും. പോയാലോ? താഴോട്ട് ഇറങ്ങുന്നതായിരിക്കും. കണ്ട ഫേസ് ഒക്കെ ക്ലിയർ ആയി അല്ലേ? എടാ നീ കളിക്കുന്ന അവൻ കളിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അവൻ കളിക്കുന്ന കളിയെന്ന് വെച്ച് കഴിഞ്ഞാ പിന്നീട് ഈ സംസാരം വരുമ്പോ നമ്മളൊക്കെ കാരണമാണ് അവൻ പോവാന്ന് പറഞ്ഞ് അതായിരുന്നു നിന്റെ കളി. അത് തന്നെയാണ് നിന്റെ കളി. ആ ഗൈസ് നമ്മളൊന്ന് മലയൊക്കെ കയറി ഒരു 6 കിലോമീറ്ററോളം നടന്ന് 2 സ്പോട്ടിലൊക്കെ പോയി. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ആണ്, ഉറുമ്പിക്കര വ്യൂ പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മളൊരു വാട്ടർഫോളിൽ കുളിക്കാനൊക്കെ പോയി. ട്രക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദാമ വാട്ടർഫോൾ, മദാമ കുളം അല്ലേ? മദാമ വാട്ടർഫോൾ. അത് കഴിഞ്ഞ് കൊളയട്ടയിലാണ് കടിച്ചത്. കൊളയട്ടയൊക്കെ കടിച്ച് മയില് സഹിക്കാൻ വയ്യാത്ത ശല്യമായിരുന്നു.
രോഹിത്തിന്റെ ചുക്കാമണിയിലൊക്കെ കൊളേട്ടൊക്കെ കയറി കടിച്ച് ഇത് കൊളേട്ട ഏത് ചുക്കാമണിയാന്ന് അറിയാൻ അങ്ങനെ നമ്മളിപ്പോ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റ് എടുക്കണം, ബാർബിക്യൂ ഉണ്ട്, പിന്നെ കുറച്ച് ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് പരിപാടി നാളത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർപ്രൈസ്. വേണ്ട അജയ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞല്ലേ? ഓ, അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞില്ല. അശ്വൻ തുടങ്ങി. എടാ പറ, ഈ പഴുത്തതിന് റൈപ്പ്. എടാ നീ ഇത് പറ. ഇറ്റ് വാസ് നൈസ്. കഴിഞ്ഞപ്പോ നിനക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. എനിക്ക് നിനക്കാ? എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു പോയല്ലോ അച്ഛനെ. നീ ഇവിടെ വേണോ? നമ്മള് അടുത്ത സ്ഥലം എവിടെയെങ്കിലും നോക്കിയാലോ? എടാ പോടാ, ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നു. നോർത്ത് കേട്ടാ നമ്മള് പോകുന്നത്. ഡൽഹി എന്താ പറയുന്നു? ഡൽഹിയില് നോർത്ത്. അശ്വൻ, ഡൽഹി പോവാൻ നീ റെഡിയാണോ? ഞാൻ ഡൽഹി പോകാൻ യാതൊരു പറഞ്ഞില്ല. ഡൽഹി പോകാൻ അശ്വിന് ഇച്ചിരി പർച്ചേസ് ഒക്കെ ആയിട്ട് തിരക്കാണ്, കടക്കാണ്.